എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കക്ക ഇറച്ചി കൊണ്ടൊരു അടിപൊളി ടേസ്റ്റിലുള്ള കക്ക ഇറച്ചി ഫ്രൈ തയ്യാറാക്കാം. കക്ക ഇറച്ചി പല രീതിയിൽ നമ്മൾ തയ്യാറാക്കാം. ഇതൊരു രീതിയാണ്. ഇനി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പം അടിപൊളി കക്ക വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ കിട്ടിയ കക്കയാണ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന കക്ക ഈ ഷേപ്പിലാണുള്ളത്. അപ്പോൾ കക്ക നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ അതിൻ്റെ പുറകിൽ കുറച്ച് അഴുക്കുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഞെക്കി എടുത്ത് കളയണം. അപ്പോൾ അങ്ങനെ ഞെക്കിയെടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കക്ക വെച്ചിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ചിലരിത് കളയാറില്ല. പക്ഷേ ഇത് കളഞ്ഞ് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മളെല്ലാം ഞെക്കിയെടുക്കാം. ഇത് കുറച്ച് വലിയ കക്ക ആയതുകൊണ്ട് ഞെക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അപ്പം മുഴുവനായിട്ട് നമ്മളിതുപോലെ ഞെക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തേച്ച് കഴുകണം. അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കഴുകുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പല തവണകളായിട്ട് അതിൻ്റെ അഴുക്ക് മുഴുവനായിട്ടും പോകുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. നമ്മൾ എത്ര എടുത്ത് കളഞ്ഞാലും അഴുക്ക് കുറച്ചതിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഓൾറെഡി നമ്മൾ കക്ക വേവിച്ചിട്ട് ആണ് നാട്ടിലൊക്കെ കിട്ടുന്നത്. പക്ഷേ ഈ കക്ക ഫ്രഷ് ആയിട്ടുള്ള കക്കയാണ്. ഇത് വേവിക്കാത്തതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് ചെറുതീയിലിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന കക്ക നമുക്ക് വാങ്ങിക്കുമ്പോഴേ അത് കുക്ക് ചെയ്തിട്ടുള്ള കക്കയാണ്. എന്നാലും നമ്മളൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇനി ഇത് ചെറുതീയിലിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കക്കയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ടത് വെന്ത് കിട്ടും. തീ കുറച്ചിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ കക്ക അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വരണം. നമ്മളിവിടെ ഒരു അരമണിക്കൂർ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് വേവിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലിട്ട് 3-4 വിസിലൊന്ന് അടുപ്പിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടിക്കാം. കടുകും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 3 പച്ചമുളക് കീറിയതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കഷ്ണവും അതുപോലെ 4-5 അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ സവാള. ചെറിയ ഉള്ളി ഇവിടെ എപ്പോഴും അങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സവാളയാണ് ചേർക്കുന്നത്. സവാളയുടെ അളവെന്ന് പറയുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് കുറച്ചാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ബാക്കി പൊടികൾ ഇനി നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ബാക്കി ഇനി പൊടികളൊന്നുമില്ല. നമ്മൾ മുഴുവനെയുള്ള മസാല ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. പൊടിയുടെ പച്ചമണം മാറി വന്നാൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ചേർക്കാം. നമ്മുടെ നാട്ടിലൊക്കെ കക്ക ഇറച്ചി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പേരാണ് പറയുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു ഫ്രൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം റോസ്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാം. നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കക്ക നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അല്ലാന്നുണ്ടെങ്കിൽ പെരുംജീരകം, അതുപോലെ 2 ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 10-12 കുരുമുളക്, ഇത്രയും കൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത്. കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണോ അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 മുറി നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം ഏറ്റവും അവസാനം. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കക്കയുടെ റോസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇനി കക്ക കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്